അന്യ സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ നമ്മളെല്ലാം വാനുവോളം പുകഴ്ത്തുന്ന, നമ്മളെല്ലാവരും പൂജാമുറിയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മുടെ ഗവൺമെൻറ് വരെ പറഞ്ഞിരിക്കുന്നത് അവരെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഇവന്മാരാണെങ്കിലോ ഇവന്മാർ പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന ജീവികളുമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അങ്ങും ഇങ്ങോട്ട് വരുന്ന പല ടീമുകളും ഈ ലൈംഗിക വൈകൃതത്തിന് വരെ അടിമയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോൺ വീഡിയോസും മറ്റേതും കാണുന്ന ടീമുകളാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് പ്രായഭേദ വ്യത്യാസമൊന്നുമില്ല. ഇവന്മാർ ഇവിടെ തരം കെട്ടി കഴിഞ്ഞാലും അവിടെ ഒളിഞ്ഞു നോക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴെൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിജയകുമാറിനോട് ഇത്രയും പക തോന്നാനുള്ള കാരണം, അതുപോലെ തന്നെ വിജയകുമാറിൻ്റെ വീട്ടിൽ ഇതിനു മുന്നേ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ? ഇയാൾ ഈ പൈസ മോഷ്ടിച്ചത് മാത്രമാണോ പക തോന്നാനുള്ള കാരണം? അതായത് പൈസ മോഷ്ടിച്ച ഒരു പക മാത്രമാണെങ്കിൽ അതിന് അയാൾ ജയിലിൽ കിടന്നു, അയാൾ തിരിച്ചു വന്നു, അയാൾ തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയായിരിക്കാം. പക്ഷേ ഇതിലെന്തോ ഒരു വലിയൊരു ദുരുദ്ദേശമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീരയുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിജയകുമാറിൻ്റെയും ദേഹത്തുള്ള വസ്ത്രങ്ങൾ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്രമി ഊരി മാറ്റിയത് എന്തിനാണ് ഇത് ഊരി മാറ്റിയത്? അവൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന് വലിയ ഒരു ലൈംഗിക വൈകൃതങ്ങൾ ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരോടും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അടിമയായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പലതരത്തിലുള്ള അക്രമങ്ങളും പിന്നെന്ന് പറഞ്ഞാൽ പീഡനങ്ങളും നടക്കാനുള്ള സാധ്യതകളും കൂടുതലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഉദാഹരണത്തിന് എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പെരുമ്പാവൂർ എന്ന് പറയുന്ന ടൗൺ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അന്യം നിന്ന് പോയിരിക്കുകയാണ്. അവിടെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അതിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേശ്യകളുണ്ട്. അതും ഈ മലയാളികൾ തന്നെ എന്ന് പറഞ്ഞാൽ യുവമാരുടെ മുന്നിൽ തുണിയഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സിൻ്റെ ഒരു വലിയൊരു കൂട്ടം തന്നെ അവിടെ ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ മുമ്പ് നമ്മൾ പല തരത്തിലുള്ള വീഡിയോസും അവിടുന്ന് കണ്ടിരുന്നു. അവിടെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ ഈ സ്ത്രീകൾക്ക് വേണ്ടി അടി ചെയ്യുന്നതും അതുപോലെ യുവന്മാരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലമാണ്. ഈ പെരുമ്പാവൂർ പോയി കഴിഞ്ഞാൽ ഈ മുറുക്കി തുപ്പാത്ത ഒരു ഏരിയ പോലും ഉണ്ടാവില്ല. അതായത് നമ്മൾ എവിടെയോ ഈ ഒരു ഉത്തരേന്ത്യയിൽ പോയില്ലേ, അതേ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ആ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ബസ്സിൽ കയറിയാലും ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും രാത്രിയാണെങ്കിൽ ആ നാട്ടുകാർക്ക് വരെ അവിടെ നടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പെരുമ്പാവൂരുള്ള ഒരുത്തന് വരെ അവൻ്റെ നാട്ടിലൂടെ പേടി കൂടാതെ നടക്കാൻ കഴിയില്ല. അത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇവന്മാർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അതിലെന്ന് പറഞ്ഞാൽ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ലൈംഗിക മനോവൈകൃതം ഉള്ള ടീമുകൾ തന്നെയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഹോട്ടലിലോ ഇല്ലെങ്കിൽ റിസോർട്ടിലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വീടുകളിലോ അവിടെയൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും അതുപോലെ തന്നെ നിങ്ങൾ കുളിക്കുന്നത് വരെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ആൾക്കാർക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ വരെ ഇവന്മാർ അപ്ലോഡ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മളൊക്കെ ഈ ഫോൺ സൈറ്റുകളിലൊക്കെ കാണുന്ന രംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ എടുത്തതായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ വസ്ത്രം വരെ ഊരി മാറ്റണമെങ്കിൽ അവൻ കൊലപ്പെടുത്തി, അവൻ മുഖം വികൃതമാക്കി, അവൻ കോടാലി ഉപയോഗിച്ച് ഇത് ചെയ്തു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നായ പോലും കുരച്ചില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ഒരുപാട് ദുരൂഹതയും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവൻ ഇതൊക്കെ ചെയ്തിട്ട് പോയാൽ മതിയായിരുന്നു. അവിടെയാണ് അവൻ്റെ മനോവൈകൃതം. അതാണ് അന്വേഷിക്കേണ്ടത്. അതായത് അവന് സ്ത്രീകളെ കാണുമ്പോഴോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വിജയകുമാറിനെ കാണുമ്പോഴോ ഇവനുണ്ടാകുന്ന മനോവൈകൃതം അത് തന്നെയായിരിക്കാം ചിലപ്പോൾ ഇവരുടെ വസ്ത്രം ഊരി മാറ്റാനുള്ള ഒരു മോട്ടീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ജീവിത രീതികൾ എന്ന് പറഞ്ഞാൽ തികച്ചും ദുരൂഹമായിരിക്കും. അതായത് ഇവർ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറും. പക്ഷേ ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോലും അറിയാതെ, അതായത് ഇവരടുത്ത് നിന്നല്ല മാറുക. ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഓണറിൻ്റെ വീട്ടിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഇവൻ മറ്റുള്ള സദസ്സുകളിൽ ഇവരുടെ ആ വെള്ളമടി സദസ്സുകളിൽ ചിലപ്പോൾ പോയി പറയുന്നത് എന്തായിരിക്കും, എൻ്റെ ഓണർ ഭയങ്കര പൈസയെന്ന് അയാളുടെ വീട്ടിൽ, അതുപോലെ തന്നെ അയാളുടെ വീട്ടിൽ 4 പെൺമക്കളുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയുണ്ട്. ഇതൊക്കെ ഇവനിങ്ങനെ പറയും. ഇതൊക്കെ കേട്ട മറ്റുള്ളവന്മാർ ഈ സ്ഥലങ്ങൾ കണ്ടുപിടിക്കും. അവന്മാർ ചിലപ്പോൾ കയറിയിട്ട് അടിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പരിപാടി വരെ അവന്മാർക്കുണ്ട്. അതായത് ഒരു കാരണവശാലും അന്യ സംസ്ഥാന തൊഴിലാളികളെ അവരെ നമ്മൾ സ്നേഹിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, ചിലപ്പോൾ ഒരു 10 പേരൊക്കെ നല്ല ഉണ്ടാകും. പക്ഷേ എന്നാലും ഇവരുടെ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. അവരെ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിജയകുമാറിൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരുത്തൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വിജയകുമാറിൻ്റെ തന്നെ കഴിവുകേടായിട്ട് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ വിജയകുമാറിന് എന്തെങ്കിലും രഹസ്യ ഇടപാടുണ്ടോ, അത് എല്ലാം ഇവൻ അറിയുന്നതാണോ, അങ്ങനെ ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടി വരും.
അതായത് ഇവനെ കണ്ടിട്ട് എന്താ പറയുന്നത്, ചില ആൾക്കാർ പറയുന്ന പോലെ ഇവൻ ഹാർഡ് ഡിസ്ക് ഊരി മാറ്റി, അല്ലെങ്കിൽ ഇവൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് നല്ല ബുദ്ധിയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നല്ല കോച്ചിങ് കൊടുക്കാനും നല്ല എല്ലാ കാര്യത്തിനും ഇവന്മാർക്ക് കൃത്യമായിട്ട് ബുദ്ധിയുണ്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവന്മാർ പാപമാണ്, അവിടുന്ന് അഷ്ടിക്ക് വകയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അവിടെ ജോലിയില്ലാത്തതുകൊണ്ടാണ്. അതൊന്നുമല്ല. ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് മലയാളികളെ ശരിക്കും പറഞ്ഞ് ഇവർക്കറിയാം, ഇപ്പോഴും നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയുമോ? ഒരു ഞെട്ടവും ഇല്ലാതെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? നമ്മൾ ഇവിടെ നല്ല മുൻവശത്തൊക്കെ നല്ല പരവതാനി ഇങ്ങനെ പരന്ന ഹോട്ടലായിരിക്കും. പക്ഷെ അതിൻ്റെ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ ഇവന്മാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയോ? അതായത് പൊറോട്ട അടിക്കുന്നവൻ വരെ ഈ കേരള പൊറോട്ടയാണ് നമ്മൾ നിന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ മറ്റേ ഈ ബിരിയാണി ഇളക്കുമ്പോഴും ഇതാണ് നമ്മൾ തിന്നുന്നത്. അതായത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ചതും ഇതൊക്കെ തുപ്പുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ്. അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഈ കിച്ചണിൽ CCTV ക്യാമറ നമ്മൾ കാണിക്കുന്നുണ്ടോ? അവിടെ CCTV ക്യാമറ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവശത്ത് വലിയ TV-യിൽ വലിയ സ്ക്രീനിൽ കാണിക്കണം. അതായത് ഇവന്മാരുടെ വേഷം എന്താണ്, ഇവന്മാർ എന്താണ് വായിലിട്ടിരിക്കുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു പൊറോട്ട വാങ്ങിക്കാൻ പോയതാണ്. അവിടെ എത്തുമ്പോൾ ഇവനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ആ പൊറോട്ട ഇത് ഞാൻ കണ്ടുകൊണ്ട് അവനെ കൊണ്ട് കൈ കഴിപ്പിച്ചു. ഞാൻ അവിടുന്ന് വാങ്ങിച്ചില്ല കേട്ടാ, ഉള്ള കാര്യം എന്താ പറയുന്നതിന്. അപ്പം ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവമാണിത്. അതായത് ഇവരുടെ നാട്ടിൽ ഇവരെങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ മുഴുവൻ പിടിപെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ വൃത്തിഹീനമായ ഈ ആഹാരങ്ങൾ. അതിനെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുറേ മലയാളി മുതലാളിമാർ ഇതിന് വേണ്ടിയിട്ട് കൊട പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവന്മാർ മാത്രം, അതായത് 10 പൈസ കുറവല്ലേ വേണ്ടു. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് ആണുങ്ങളെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള ഒരുപാട് സഹോദരിമാരുണ്ട്, അവർക്ക് ജോലി കൊടുക്കേ. അവർ വെച്ചോളും നിങ്ങളുടെ ഹോട്ടലിലെ ഫുഡുകൾ, അവർ പിന്നെ ഇതുപോലെ വിളമ്പിക്കോളും. പക്ഷെ അതൊന്നും ചെയ്യില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അന്യ സംസ്ഥാനത്തുള്ളവന് 400 500 കൊടുത്താൽ മതി, ഓൻ ഹാപ്പിയാണ്. പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായ ശമ്പളം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ വെച്ചിട്ട് നമ്മളെ മലയാളികളെ തന്നെ നമ്മൾ ഇതൊക്കെ തീറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല ചൂട് പൊറോട്ടയാണ്, നല്ല അൽഫാമാണ്, ഇതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ആലോചിച്ചു. ഇവന്മാരുടെ ഈ ചുണ്ട് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻപരാഗോ അൻസോ ഇങ്ങനെയുള്ള സംഭവങ്ങളോ ഒക്കെ ആയിരിക്കും. ഇവന്മാർ തുപ്പുന്നതോ ഇല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പാനൊക്കെ ആയിട്ട് ഈ കല്ലിൻ്റെ അടുത്ത് തന്നെ ഈ വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലം ഉണ്ടാവും. ഈ കല്ലിൻ്റെ അടുത്ത് ഈ വേസ്റ്റ് ഇടുന്ന മറ്റേ ഡബ്ബി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പൊറോട്ട അടിക്കുന്നത് ഇങ്ങനെ തുപ്പിക്കൊണ്ടാ പൊറോട്ട അടിക്കും. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഇതൊന്നും ആരും കാണൂലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പറയുന്ന ഈ ടീമുകളെ നമ്മൾ എത്രത്തോളം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ ആ ഒരു സ്വഭാവം കാണിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിജയകുമാറിൻ്റെ സംഭവിച്ചതും അത് തന്നെയാണ്. അയാളൊന്ന് കുറച്ചെങ്കിലും ഒന്ന് എന്താ പറയുക, അന്നത്തെ ആ ഒരു ദിവസം, അതായത് ഇവൻ ഭീഷണിപ്പെടുത്താൻ വരുന്ന അന്ന് ഇവനെ അവിടെ അടച്ചു പൂട്ടിയിട്ടിട്ട് അവിടെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് 4 ആളെ അറിയിച്ച് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസിൽ ഇവനെ പിടിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അയാളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മകൻ്റെ മരണം, അതും കൂടി അന്വേഷിക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ കുടുംബത്തിൻ്റെ മേലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു കൊലയാളി വിലസുന്നുണ്ടോ, ഇനി ഇവന്മാർ എല്ലാവരും കൂടിയാണോ ഇതൊക്കെ തീർക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കുക. ഇവന്മാരെ അങ്ങ് നിങ്ങൾ വിശ്വസിച്ചിട്ട് വീട്ടുകാരെ എല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് പല വീടുകളിലും വയസ്സായ അച്ഛനമ്മമാരെ നോക്കുന്നത് വരെ ഇവർ തന്നെയാണ്. അതുകൊണ്ട് വളരെയധികം ജാഗ്രത പാലിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദുരന്ത വാർത്ത കേൾക്കേണ്ടി വരും. ഇതൊക്കെ പറയുന്നത് എല്ലാവരെയും ഭീതിയിലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഇന്ന് തന്നെ അവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടോ അവരെ ആരും അടുപ്പിക്കരുത് പറയാം, അതൊന്നുമല്ല. ഇങ്ങനെയുള്ള ടീമുകളെ വ്യക്തമായിട്ട് അവരുടെ നാട്ടിൽ അന്വേഷിച്ചിട്ട് അവരെങ്ങനെയുള്ള മനുഷ്യരാണ് എന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് മാത്രം ജോലിക്ക് വെക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് മൈൻഡപ്പിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. വളരെ ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ലൈക്ക് അടിക്കാനും ഇതുപോലെ തന്നെ കമൻറ്റ് ഇടാനൊന്നും പറയാത്തത്. നന്ദി, നമസ്കാരം.